മലയാളികളുടെ ആവേശമാണ് ഓണം. ഈ ഓണത്തിന് മാറ്റുകൂട്ടാൻ മഹാത്മാനഗർ റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയ സുഹൃത്തുക്കളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇവർക്കൊപ്പമാണ് ഇന്നത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ആർപ്പോ ഹീറോ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആർപ്പോ ഹീറോയിൽ നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നമ്മുടെ കുറച്ച് സുന്ദരികൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഇവർ വെറുതെ അല്ല നിൽക്കുന്നത്, ഒരു മനോഹരമായ തിരുവാതിര അവതരിപ്പിക്കാനാണ് ഇവർ എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് സന്ധ്യ എന്നാണ്. സന്ധ്യ മാഡം എന്ത് ചെയ്യുന്നു? ഞാൻ ഈ അസോസിയേഷനിലെ സെക്രട്ടറിയാണ്. അസോസിയേഷനിലെ സെക്രട്ടറിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടല്ലേ. നിങ്ങളുടെ ഈ ഗ്രൂപ്പിന് എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ട്, ശിവതി എന്നാണ് ഞങ്ങളുടെ ശിവജി എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ശിവതി. ശിവനും പാർവതിയും പാർവതിയുടെയും മിക്സ് ആയിട്ടുള്ളതാണ് ശിവതി. പിന്നെ ഈ ഒത്തിരി അമ്മമാരാണ് കൂടുതലും ഉള്ളത്. കുറച്ച് പേര് പഠിക്കുന്ന സ്റ്റുഡൻസും ആണ്. അപ്പം ഒത്തിരി കലാകാരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ഇതാണ്. ഇവരിപ്പോൾ ഒത്തിരി പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കോവിലില്, പിന്നെ ഉദയനൂർ കോവിൽ, അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചാൽ അവിടെ പോയി ചെയ്യും. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പൊ നമ്മൾ ഈ ഓണം അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ? റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് ഇവരൊക്കെ പരിചയപ്പെടാം. പേര്? പ്രിയ മേഡം പരിചയപ്പെട്ടു. അപർണ, അഹല്യ, വിനീത, രമ്യ, ആർച്ച, നന്ദന. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആർപ്പോ ഹീറോ പറഞ്ഞുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കിടുകയാണ്. ആർപ്പോ ഹീറോ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ശിവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാർമുടി നിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ വാർമുടി നിന്നി പൂക്കൊട ചാർത്തി
പാടിടുമീണം വേണികളാടിടുമീരടി താളം ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി സുന്ദരിമാരണി ചേരുകയായി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടി വരൂ രാവിൽ നീ രാവിൽ നീ വാർമുടി നിന്നി പൂക്കുട ചാർത്തി ആടിടാം സഖിമാരെ വാർമുടി നിന്നി പൂക്കുട ചാർത്തി ആടിടാം സഖിമാരെ ആടിടാം സഖിമാരെ ആടിടാം സഖിമാരെ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ തോഴികളാം നാരിമാരെ വന്നണഞ്ഞിടാ മൂന്ന് ലോകനാഥനാകും ശ്രീ പരമേശൻ ചാരുചന്ദ്രലോലഭാവമാം പുളിനങ്ങൾ കേളിയാടി മന്ദഹാസമായി പുളിനങ്ങൾ നീളെ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ വരമരുളിടാൻ പാടി മൃദുവാണി കൃപയേകി വരമേകി നടമാടി തുടിയാടി മധുവാണി ശ്രുതിവേണി കരവേണി അഴകോടെ മുന്നിൽ വാ അഴകോടെന്നും വിളയാടി വാ ചന്ദ്രചൂഡദേവ മുന്നിൽ കുമ്മിയാടിടാം ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ചൊല്ലിടാം ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ തോഴികളാം നാരിമാരെ വന്നണഞ്ഞിതാ മൂന്ന് ലോകനാഥനാകും ശ്രീ പരമേശൻ ചാരുചന്ദ്രലോലഭാവമാം പുളിനങ്ങൾ കേളിയാടി മന്ദഹാസമായി പുളിനങ്ങൾ നീളെ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ ദേവി ജഗദേവി മനതാരിൽ തെളിയണം മകമാകെ പൊരുളോടെ നിറയണം ജഗദമ്പെ പാടി മൃദുവാണി കൃപയേകി വരമേകി നടവാടി തുടിയാടി മധുവാണി ശ്രുതിവേണി ചന്ദ്രചൂഡദേവ മുന്നിൽ കുമ്മിയാടിടാം ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ചൊല്ലിടാം ഹിമവാന്റെ പുത്രിയായി വന്നു പിറന്നു പാർവതി കുഞ്ഞുദേവി മനോഹരി കോമളങ്കിയായി പണ്ട് തൊട്ടേ ശിവഭക്തി കൊണ്ട് നടന്നവളേറ്റ് ശിവപത്നിയായി മാറാൻ മോഹമുദിച്ചു അതിനായി ഏറ്റ വ്രതമൊന്നെടുത്ത് തപസ്സിനാൽ പക്കലം ധരിച്ച് കടയേറിപ്പോകിനാൽ അമ്മ വീടഭയത്തോടെ കരഞ്ഞു പറഞ്ഞിരുന്നു വേദപുത്രി
ഭാര്യയല്ലേ പിന്നെ വേണോ ഭസ്മധാരിയാമൊരുവനെ കോപം കൊണ്ട് പാർവതി ജ്വലിച്ചു തീക്ഷണമായി നോക്കി മുന്നിൽ നിന്ന് പോകാവേഗം ഞാൻ ശിവശക്തി അത് കേൾക്കെ മഹാദേവൻ മന്ദഹാസം ചൊരിയവേ മുനിവേഷം മാറി ശിവൻ പ്രത്യക്ഷനായി കണ്ണീറഞ്ഞു പാർവതിയും കഴലിനതൊഴുകപ്പോൾ കാൽകൾ വീണു നമസ്കരിച്ചതിവേഗമേ ഓദിത്തിത്താരാദിത്തിത്തൈരകരേതോ തിത്തിത്താരാദിത്തിത്തൈരകരേതോ വന്നു ലോകദേവഗണം ഭാരങ്ങളും പാട്ടുമായി കൊണ്ടാഘോഷിച്ചിടുന്നേ കല്യാണ നേരമായി പതി തന്റെ പാതിയായി ചേർന്ന ദേവി സുന്ദരാംഗി ലോകരക്ഷ ചെയ്തിടുവാൻ പ്രാർത്ഥിച്ചിടുന്നേ ഓദിത്തിത്താരാദിത്തിത്തൈരകരേതോ തിത്തിത്താരാദിത്തിത്തൈരകരേതോ തിത്തിത്താരാദിത്തിത്തൈരകരേതോ തിത്തിത്താരാദിത്തിത്തൈരകരേതോ. മഹാത്മാനഗർ റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയപ്പെട്ട കലാകാരികളാണ് എന്നോടൊപ്പം ഉള്ളത്. അവർ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഇപ്പോൾ ഈ ഓണം അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഈ സെമി ക്ലാസിക്കൽ ഡാൻസുമായിട്ട്. അപ്പോൾ എന്തായാലും പ്രിയ കലാകാരികളെ നമുക്കിത് പരിചയപ്പെടാം. മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ബിന്ദു, ഞാനൊരു ടീച്ചറാണ്. ടീച്ചറാണ്. ഇപ്പോൾ ഈ നൃത്തം നേരത്തെ കമ്പം ഉണ്ടോ? കുഞ്ഞാളെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. ഗ്രേറ്റ്. മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് സിമി. സിമി മേഡം. സിമി മേഡം നേരത്തെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ കുറച്ചായിട്ട് പഠിക്കും. കുറച്ച് നാളായിട്ട്. മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ബീന, ഞാൻ NCCയിൽ വർക്ക് ചെയ്യുന്നു. ഓ ഗ്രേറ്റ്. കുറച്ച് നാളായിട്ട് നൃത്തത്തിനോട് കമ്പമുണ്ട്. ഇപ്പൊ എങ്ങനെ നൃത്തമൊക്കെ പഠിച്ച ശേഷം ഹാപ്പിയാണോ? വളരെ സന്തോഷമാണ്, സ്ട്രെസ് ഫ്രീ ആണ്. ഓ സ്ട്രെസ് ഫ്രീ ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ആർപ്പോ ഹീറോ എന്ന ഈ പ്രോഗ്രാമിൽ അടുത്തതായിട്ട് ഒരു കിടിലം സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. ആ സെമി ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിക്കാൻ പോകുന്നത് ഈ 3 സുന്ദരികളും കൂടെ ചേർന്നാണ്. അപ്പൊ റെഡിയാണല്ലോ? ആർപ്പോ ഹീറോ.
ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഹാത്മാ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടി പ്രതിഭകളെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എന്തായാലും അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നല്ലൊരു കൈയ്യടിയോട് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം. അപ്പോൾ നമ്മുടെ കുട്ടി പ്രതിഭകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? അനഘ. അനഘ മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാണ്? സെങ്കുരിറ്റീസ്. ഓക്കെ, ഇത് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണോ ഓണക്കോടി? ഗ്രേറ്റ്, നന്നായിട്ടുണ്ട്. മോളുടെ പേരെന്താ? ആദിലയ എസ്. ആതിര? ആദിലയ എസ്. ആദില ASS അല്ലേ? മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 2ൽ പഠിക്കുകയാണ്. ഓ, 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ്? കൊടപ്പനക്കുന്ന് ഗവൺമെന്റ് UP ഓ, സ്കൂള്. കൊടപ്പനക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലാണ് അല്ലേ? മോളുടെ പേരെന്താ? പവിത്ര എസ് കുമാർ. പവിത്ര എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ്? KV പട്ടം. KV പട്ടത്തില്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണം പ്രമാണിച്ചാണോ ഈ ഓണക്കോടിയൊക്കെ നേരത്തെ മേടിച്ച് വെച്ചത്? കൊള്ളാം കേട്ടോ, 2 പേരുടെ അടിപൊളിയായിട്ടുണ്ട്, 3 പേരുടെയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ ഡ്രസ്സ് മാത്രം പോരാ, നിങ്ങൾ എന്താണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഡാൻസ് ആണ്. അപ്പോൾ ഡാൻസ് പറയുമ്പോൾ ഏത് ഓണപ്പാട്ടാണോ അതോ വേറെ ഡിസ്കോ ടൈപ്പ് പാട്ടുകളാണോ? ഓണപ്പാട്ട്. അപ്പോൾ എന്താ ഓണത്തിന് പറ്റിയ വേഷം കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ ആർപ്പോ ഹീറോയിലെ ഒരു അടിപൊളി നൃത്തമാണ്. ആ നൃത്തം അവതരിപ്പിക്കുന്നത് ഈ 3 സുന്ദരി കുട്ടികളും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ആർപ്പോ ഹീറോ.
എന്തായാലും ഇന്നത്തെ ഓണം അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഈ 3 കുട്ടികളും കൂടെ ചേർന്ന്. എന്തായാലും ഇവർക്ക് നല്ലൊരു കൈയടി. അടിപൊളിയായിരുന്നു മക്കളെ, സൂപ്പറായിരുന്നു, സൂപ്പർ. അപ്പൊ ഈ ഡാൻസ് ആരാ കോറിയോഗ്രാഫി ചെയ്തത്? നന്ദന ചേച്ചി. ഓ, നന്ദന ചേച്ചി. നന്ദന ചേച്ചി ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാത്തിനും നന്ദന ചേച്ചി ഉണ്ട്. തിരുവാതിരയ്ക്ക് നന്ദന ചേച്ചി, സെമി ക്ലാസിക്കൽ ഡാൻസ് നന്ദന ചേച്ചി. എന്തായാലും ചേച്ചിക്ക് നല്ലൊരു കൈയടി. അപ്പൊ എന്തായാലും ഈ 3 കുട്ടികൾക്കും ഞങ്ങളൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ഹിന്ദ് ചാനൽ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്മാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ സമ്മാനം നമ്മൾ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്, ഒരു മാജിക്കിലൂടെ, കൈ കൊണ്ടുള്ളൊരു മാജിക്കിലൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ കൈ കൊണ്ടുള്ളൊരു വിദ്യ ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. ലെറ്റ്സ് വെൽക്കം വിനീത. അപ്പോൾ വിനീത നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിച്ചു പൊളിച്ചു പോവുകയാണ്. അപ്പം നമ്മളെ ഈ കുരുന്ന് പ്രതിഭകളുടെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ, ഇഷ്ടമായോ? സൂപ്പറായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഇവർക്കൊരു സമ്മാനം കൊടുക്കണം. അപ്പോൾ വിനീതയ്ക്ക് ഈ ബലൂൺ ആർട്ട് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കാണാൻ ആഗ്രഹിക്കുകയാണ്. ബലൂൺ കൊണ്ടുള്ളൊരു വിസ്മയമാണ് ഇപ്പോൾ വിനീത ചെയ്യാൻ പോകുന്നത്. ആ വിസ്മയത്തിലൂടെയാണ് ഈ 3 കുട്ടികൾക്കും വിനീത സമ്മാനം കൊടുക്കാൻ പോകുന്നത്. വിനീത റെഡിയാണല്ലോ? റെഡി? ഓക്കെ, കമാൺ. എന്തായാലും ഗംഭീരം. ആർട്ടോ ഹീറോയുടെ ഇന്നത്തെ ഈ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എന്നോടൊപ്പം ഒരു കലാകാരിയുണ്ട്. ആ കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേര്? ആർഷ. ആർഷ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രേറ്റ്. Hardcore! Hero! Hero! Hero!